എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അതീവ ഗൗരവ സ്വഭാവമുള്ള ഒരു വാർത്തയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. അതായത് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വധിക്കാൻ വേണ്ടിയിട്ട് അമേരിക്കൻ സൈന്യത്തിലെ ഏകദേശം 24ഓളം കമാൻഡർമാർ ഇന്ത്യയിൽ പ്രവേശിച്ചിട്ടുണ്ട് എന്നുള്ള വളരെ സുപ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇപ്പോൾ ദേശീയ മാധ്യമങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ദേശീയ മാധ്യമങ്ങൾ എന്ത് തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള വാർത്ത പുറത്തുവിടുന്നത് ഞാൻ പറഞ്ഞുതരാം. അതായത് കഴിഞ്ഞ ദിവസമാണ് മഹാരാഷ്ട്രയിലെ പൂനെയിൽ വെച്ചിട്ട് അമേരിക്കൻ സൈന്യത്തിൽ ഇപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഉന്നതനായ ഒരു കമാൻഡർ, അതായത് മേജർ ജെയിംസ് വാട്സൺ എന്ന് പറയുന്ന ഒരാളെ പൂനെയിൽ വെച്ചിട്ട് പിടികൂടി. അത് ഏത് കോൺടെക്സ്റ്റിലാണ് ഞാൻ പറഞ്ഞുതരാം. അതായത് പൂനെയിൽ വെച്ചിട്ട്, അതായത് ആ സ്ഥലത്തിൻ്റെ കറക്റ്റ് പേരെന്ന് വെച്ചാൽ ഹിരൺദാനി എസ്റ്റേറ്റ് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ട് അവിടെ ട്രൈബൽസൊക്കെ താമസിക്കുന്ന ഒരു സ്ഥലമാണ്. ഒരുപാട് ട്രൈബൽസൊക്കെ ഉണ്ട്. ആ ട്രൈബൽസിൻ്റെ ഏരിയയിൽ വെച്ചിട്ട് കഴിഞ്ഞ 2 ദിവസമായിട്ട് വലിയ രീതിയിൽ സുവിശേഷ പ്രസംഗങ്ങളൊക്കെ നടക്കുന്നു. ഇയാളൊരു വിദേശ പൗരനാണ്. അപ്പോൾ ഒരു ട്രാൻസ്ലേറ്റർ വെച്ചിട്ട്, ഹിന്ദിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ഒരാളെ വെച്ചിട്ട് വലിയ രീതിയിൽ കഴിഞ്ഞ 2 ദിവസമായി സുവിശേഷ പ്രസംഗമൊക്കെ നടക്കുന്നു. അപ്പോൾ നാട്ടുകാർക്ക് ഇത് കണ്ടിട്ട് എന്തോ ഒരു അസ്വാഭാവികത തോന്നിയിട്ട് പോലീസിൽ അറിയിക്കുന്നു. പോലീസ് ഉടനെ അവിടെ എത്തുകയും ഇയാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ ഈ അറസ്റ്റ് ചെയ്യുന്നില്ല, ഇയാളെ പരിശോധിച്ചപ്പോൾ, ഇയാളുടെ പാസ്പോർട്ടൊക്കെ പരിശോധിച്ചപ്പോൾ ഇയാളെ കയ്യിലുള്ള എല്ലാ കാര്യങ്ങളും, രേഖകളും, ഇയാളുടെ പക്കലുള്ള എല്ലാ കാര്യങ്ങളും പരിശോധിച്ചപ്പോൾ മനസ്സിലായത് ഇയാൾ ഇപ്പോഴും അമേരിക്കൻ സൈന്യത്തിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അത് അമേരിക്കയിലെ ജോയിൻറ്റ് സപ്പോർട്ടീവ് എയർ ആൻഡ് മിസൈൽ ഡിഫൻസ് സെക്ടറിലെ ഒരു ട്രെയിനറാണ്. അത് വളരെ ഗുരുതരമായൊരു കാര്യമാണ്. അപ്പോൾ ഇത്തരത്തിലൊരാൾ, അപ്പോൾ പരിശോധിച്ച് മനസ്സിലായി ഇയാൾ എങ്ങനെ ഇന്ത്യയിൽ വന്നു. ഇന്ത്യയിൽ ടൂറിസ്റ്റ് വിസയിലാണ് ഇന്ത്യയിൽ വന്നത്. അപ്പോൾ ഇന്ത്യയിൽ വരുമ്പോൾ പല കാര്യങ്ങൾ നമ്മൾ ഒരു രാജ്യത്തേക്ക് പ്രവേശിക്കുമ്പോൾ എന്താണ് പർപ്പസ് എന്താണെന്നൊക്കെ എഴുതി കൊടുക്കില്ലേ. ബിസിനസ് ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഇന്ത്യയിൽ വന്നതെന്നാണ് അദ്ദേഹം ഈ രാജ്യത്തോട് പറഞ്ഞത്, അതായത് ഡോക്യുമെൻറ്റ്സിലേക്ക് പറഞ്ഞത്. പക്ഷേ ഇവിടെ വന്നിട്ട് എന്തുകൊണ്ട് ഈ മതം മാറ്റ പ്രക്രിയയിലേക്ക് ഇങ്ങനെ ഉൾപ്പെട്ടു എന്നുള്ള വളരെ ഒരു സംശയം ജനിപ്പിക്കുന്ന രീതിയിലാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്താ പറയുക, ഇവിടുത്തെ മാധ്യമങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്തു. അത് ദേശീയ മാധ്യമങ്ങൾക്ക് ആദ്യം റിപ്പോർട്ട് ചെയ്യുന്നതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു US പൗരനെ ഈ സുവിശേഷ പ്രസംഗവുമായി ബന്ധപ്പെട്ട് മതം കൺവേഷനുമായി ബന്ധപ്പെട്ട് പൂനെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്നുള്ളൊരു വാർത്തയാണ് പുറത്തു വന്നത്. പക്ഷേ അതിൻ്റെ പിന്നിൽ വളരെ ഗൗരവമായ കാര്യമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾ ഇപ്പോഴും അമേരിക്കൻ സൈന്യത്തിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കമാൻഡറാണ്, ഒരു ട്രെയിനറാണ്. അതായത് ഈ എയറും മറ്റേ മിസൈൽസും ഒക്കെ ഹാൻഡിൽ ചെയ്യുന്ന ടീംസ് ഉണ്ടല്ലോ, അവരൊക്കെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്ന ഒരാളെയാണ് പിടികൂടിയത്. അങ്ങനെയുള്ള ഒരാൾ ഇവിടെ വന്നിട്ട് ടൂറിസ്റ്റ് വിസയിൽ വന്നിട്ട് ബിസിനസ് പർപ്പസിനാണെന്ന് സർക്കാരിനെ ബോധിപ്പിച്ചിട്ട് ഇവിടെ വന്ന് സുവിശേഷ പ്രസംഗം നടത്തേണ്ട എന്ത് ആവശ്യമാണ് എന്ന് അതൊരു വാലിഡ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് പൂനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. സംഭവം എന്ന് വെച്ചാൽ ഇതിൽ യഥാർത്ഥ ഒരുപാട് കണക്ഷൻസ് ഉണ്ട്. കണക്ഷൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ദിവസം മുന്നേ ബംഗ്ലാദേശിൽ ധാക്കയിലെ വെസ്റ്റിൻ ഹോട്ടലിൽ വെച്ചിട്ട് ടെറൻസ് ആർവൽ ജാക്സൺ എന്ന് പറയുന്ന US സ്പെഷ്യൽ ഫോഴ്സ് കമാൻഡൻ്റെ, എയർബോൺ കമാൻഡൻ്റെ, അയാൾ ഒരു ട്രെയിനറായിരുന്നു. അയാൾ അവിടുത്തെ 808ാമത്തെ റൂമിൽ ഈ എന്താ പറയുക വെസ്റ്റിൻ ഹോട്ടൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് കൊല്ലപ്പെട്ടപ്പോൾ ഉണ്ടല്ലോ, ആ സമയത്താണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈനയിൽ ഷാൻഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ SCO എന്ന് പറയുന്ന ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ പോയിരിക്കുന്നത്. അപ്പോൾ ആ സമയത്തൊക്കെ വലിയ രീതിയിലുള്ള ഒരു ചർച്ചയുണ്ടായിരുന്നു. ഈ ടെറൻസ് ആർവൽ ജാക്സൺ എത്തിയിരിക്കുന്നത് നരേന്ദ്രമോദി വധിക്കാനാണ് എന്ന തരത്തിലുള്ള ഒരു വാർത്ത സ്പ്രെഡ് ചെയ്തിരുന്നു. അപ്പോൾ ഇദ്ദേഹം ഈ ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്തതായിട്ടുള്ള ഒരു വിവരങ്ങളും പുറത്തു വിട്ടിരുന്നില്ല. മാധ്യമങ്ങൾ ചോദിച്ചിരുന്നു ഇദ്ദേഹം കൊല്ലപ്പെട്ടതിന് ശേഷം, പക്ഷേ ഒരു വാർത്തയൊന്നും പുറത്തു വന്നിരുന്നില്ല. ഇത് ഏകദേശം ഉച്ചയ്ക്ക് 12 മണിക്കാണ് കൊല്ലപ്പെട്ടെന്ന് വിവരം പുറത്തു വരുന്നത്. അപ്പോൾ തന്നെ ബംഗ്ലാദേശ് പോലീസ് നമ്മുടെ അമേരിക്കൻ എംബസിയിൽ അറിയിക്കുന്നു. അമേരിക്കൻ എംബസി പറഞ്ഞു നിങ്ങളൊന്നും ചെയ്യരുത്, ഒരാൾ അതിനകത്ത് എൻ്റർ ചെയ്യരുത്. അപ്പോൾ അമേരിക്കയിൽ നിന്ന് പെട്ടെന്ന് ആൾക്കാരൊക്കെ വന്നിട്ട് ബംഗ്ലാദേശിൽ ധാക്കയിലൊന്ന് ഇറങ്ങിയിട്ട് ഈ ടെറൻസ് ആർവൽ ജാക്സൻ്റെ ബോഡി കൊണ്ടുപോകുന്നു. അതിനകത്തുള്ള എല്ലാ സാധനങ്ങളും, ഒരു പൊടി പോലും അവശേഷിക്കാതെ എല്ലാ സാധനങ്ങളും കൊണ്ടുപോകുന്നു. അപ്പോൾ ഈ ടെറൻസ് ആർവൽ ജാക്സൺ, ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട് പ്രകാരം ഈ ടെറൻസ് ആർവൽ ജാക്സണും ഇപ്പോൾ പൂനെയിൽ നിന്ന് പിടികൂടിയ മേജർ ജെയിംസ് വാട്സണും ഒരുമിച്ച് അമേരിക്കൻ ഇതിലെ സ്പെഷ്യൽ ഫോഴ്സ് കമാൻഡിൽ വർക്ക് ചെയ്തു എന്നുള്ളൊരു വാർത്ത പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ഇവരൊക്കെ എന്തിനാണ് ഇന്ത്യയിൽ വരുന്നത്? ബംഗ്ലാദേശിൽ പോന്നിട്ട് ബംഗ്ലാദേശ് ടെറൻസ് ആർവൽ ജാക്സൺ കൊല്ലപ്പെടുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ബന്ധപ്പെട്ട കൂടുതൽ വാർത്തകളൊക്കെ വരുന്ന ദിവസങ്ങളിൽ പുറത്തു വരും. അപ്പോൾ ഇവർക്ക് ഒരുമിച്ച് വർക്ക് ചെയ്ത ആൾക്കാരാണ്. അതുമാത്രമല്ല, ഇപ്പോൾ പൂനെയിൽ പിടികൂടിയ മേജർ ജെയിംസ് വാട്സൺ ബംഗ്ലാദേശിലും പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഓരോ മിഷനുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട്. തെളിവ് സഹിതമാണ് ഈ പൂനെ പോലീസ് പിടികൂടിയിരിക്കുന്നത്. അപ്പോൾ ഇത് രാജ്യത്ത് ഇദ്ദേഹത്തെ ചോദ്യം ചെയ്തപ്പോൾ, അതായത് NIA ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇദ്ദേഹത്തെ ചോദ്യം ചെയ്തു എന്നൊരു അൺഒഫീഷ്യലായിട്ട് വാർത്ത പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ചില മാധ്യമങ്ങളൊക്കെ ഇപ്പോൾ പുറത്തു വിടുന്ന വാർത്ത പ്രകാരം ഇയാൾ ഉൾപ്പെടെ ഏകദേശം 10-24ഓളം പേർ ഇന്ത്യയിൽ പ്രവേശിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ധാക്കയിൽ കൊല്ലപ്പെട്ടു എന്ന് പറയുന്ന ടെറൻസ് ആർവൽ ജാക്സൺ ഉണ്ടല്ലോ, അവരും ഈ മിഷൻ്റെ ഭാഗമായിരുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട്. ഈ ടെറൻസ് ആർവൽ ജാക്സൺ കൊല്ലപ്പെടുന്ന അന്ന് ഏകദേശം ഈ സെപ്റ്റംബർ ആണോ
ഓഗസ്റ്റ് 31 കൊല്ലപ്പെടുന്നത്. അപ്പോൾ സെപ്റ്റംബർ ഏതോ മാസം ഇന്ത്യയിലേക്ക് വരാൻ ഫ്ലൈറ്റൊക്കെ ബുക്ക് ഉണ്ട് എന്നുള്ള വാർത്തയും പുറത്തു വരുന്നുണ്ട്. അപ്പോൾ എല്ലാം കൂടി കൂട്ടി വായിക്കുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള രാജ്യത്ത് വലിയ രീതിയിലുള്ള കലാപം ഉണ്ടാക്കാനും നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇല്ലാതാക്കാനുമുള്ള ഒരു അമേരിക്കൻ മിഷൻ്റെ ഭാഗമായിട്ടാണ് ഇവരൊക്കെ ഇന്ത്യയിൽ വന്നെന്നുള്ളൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്ത് തന്നെയാലും ഇത് എന്തിൻ്റെ കോണ്ടെക്സ്റ്റിലാണ് ഞാൻ പറഞ്ഞത്. അമേരിക്ക എന്തുകൊണ്ട് ഇത്ര ഇൻട്രസ്റ്റ് എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്കയുടെ ബാഹ്യശക്തി ഉപയോഗിച്ചിട്ട്, അതായത് നമ്മളിപ്പോൾ നേപ്പാളിലും ബംഗ്ലാദേശിലും ശ്രീലങ്കയിലും ഇന്തോനേഷ്യയിലൊക്കെ കണ്ട് ഫിലിപ്പീൻസിലൊക്കെ കണ്ട കലാപങ്ങളുണ്ടല്ലോ, ഈ ജൻസി കലാപം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതൊക്കെ അത്തരത്തിലൊരു പരിപാടി ഇന്ത്യയിൽ നടക്കുന്നില്ല. എന്തുകൊണ്ട് നടക്കുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യക്കാർ ബേസിക്കലി ഇന്ത്യൻ പോലീസോ ഇന്ത്യൻ ആർമിയോ ഇവരൊന്നും നമ്മുടെ രാജ്യത്തിനെതിരെ എന്ത് വന്നാലും പ്രതികരിക്കുന്ന ആൾക്കാർ. ഇപ്പോൾ കേരള പോലീസിനെ കുറിച്ച് എന്ത് ആക്ഷേപം പറഞ്ഞു കഴിഞ്ഞാലും നമ്മുടെ രാജ്യത്തിനെതിരെ നമ്മുടെ സർക്കാരിനെതിരെ എന്തെങ്കിലും ഇത് വന്നു കഴിഞ്ഞാൽ അവർ പോലീസ് ഇടപെടും, നല്ല രീതിയിൽ പ്രതികരിക്കും, മുഖം നോക്കാതെ മറുപടി എടുക്കും. അപ്പോൾ നമ്മുടെ എല്ലാ സംസ്ഥാനത്തെ പോലീസായാലും നമ്മുടെ രാജ്യത്തെ പട്ടാളക്കാരായാലും ഭയങ്കര രാജ്യസ്നേഹമുള്ളവരാണ്. ഈ ബംഗ്ലാദേശിലും ശ്രീലങ്കയിലുള്ള അവരും അതുമാതിരിയത്തെ പട്ടാളക്കാരും പോലീസുകാരെല്ലാം ഇന്ത്യയിലുള്ളത്. അതുമാത്രമല്ല ഇന്ത്യയിലെ ജനങ്ങളൊക്കെ വലിയ രീതിയിലുള്ള രാജ്യസ്നേഹമുള്ളവരാണ്. ഈ രാജ്യത്തെ ഈ രാജ്യത്ത് ജനിച്ച് ഈ രാജ്യത്ത് മരിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് കൂടുതൽ. അപ്പോൾ എന്താ പറയുക, വലിയ രാജ്യസ്നേഹമുള്ള ആൾക്കാരാണ്. നമ്മുടെ രാജ്യത്തിനെതിരെ എന്തെങ്കിലും പ്രവർത്തിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ എല്ലാ ആൾക്കാരും രംഗത്തിറങ്ങുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ആക്ടിവിറ്റീസും ഇന്ത്യയിൽ നടക്കുന്നില്ല. അപ്പോൾ ഇന്ത്യയിൽ വലിയ രീതി ഇപ്പോൾ അമേരിക്കയുടെ താല്പര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്ക പറയുന്ന പ്രകാരം കോൺട്രാക്റ്റ്, അതായത് ജനിതക മാറ്റം വരുത്തിയ പല കാർഷിക വിളകളും ഡയറി പ്രോഡക്ട്സ് ഒക്കെ ഇന്ത്യൻ മാർക്കറ്റിൽ വിറ്റഴിക്കണം. അപ്പോൾ അവർ പറയുന്ന കണ്ടീഷൻസ് കണ്ണുമൂട്ടി ഇന്ത്യ അംഗീകരിക്കണം. ഇന്ത്യ പറഞ്ഞു നമ്മളങ്ങനെ കണ്ണുമൂട്ടി അംഗീകരിക്കില്ല, നമ്മൾ കുറേ കണ്ടീഷൻസ് അംഗീകരിച്ചിട്ട് വേണമെങ്കിൽ നിങ്ങളിവിടെ കോൺട്രാക്റ്റ് സൈൻ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് അതൊക്കെ പറ്റില്ല. അപ്പോൾ എന്താ പറയണ്ടത്, അപ്പോൾ അതിൽ നിന്ന് അജണ്ട വ്യക്തമായി. അതുമാത്രമല്ല ഈ ഓപ്പറേഷൻ സിന്ദൂറിലൊക്കെ ഈ അമേരിക്കയുടെ വെപ്പൺസൊക്കെ ശരിക്കും കഴിഞ്ഞ ദിവസം പുറത്തു നമ്മുടെ എയർഫോഴ്സിൻ്റെ ചീഫ് തന്നെ പറഞ്ഞിരുന്നു, ഏകദേശം 5-10 ഈ ഫൈറ്റർ എയർക്രാഫ്റ്റുകൾ നമ്മൾ അടിച്ചിട്ടിരുന്നു. അതിൽ 5 F-16 ആയിരുന്നു അമേരിക്കയുടെ. അപ്പോൾ ശരിക്കും അമേരിക്ക ഒരുപാട് രാജ്യങ്ങളായിട്ട് ഇത് കോൺട്രാക്റ്റ് സൈൻ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അമേരിക്കയുടെ ഐക്കോണിക് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ശരിക്കും ഒരു കളിപ്പാട്ടത്തിൻ്റെ വില മാത്രമേ ഉള്ളൂ എന്ന് ഇന്ത്യ ലോകത്തിന് കാണിച്ചു കൊടുത്തു. അപ്പോൾ 7.1 ട്രില്യൺ GDP ഉള്ള ഒരു രാജ്യമാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ വരും ദിവസങ്ങളിൽ ഇന്ത്യ എന്തൊക്കെ ചെയ്തു കൂട്ടുന്നു ദൈവം തമ്പുരാൻ അറിയാവുന്ന രീതിയിലാണ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ ഇന്ത്യയോട് ഇത്തരത്തിലൊരു പ്രതികാര മനോഭാവം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യയിൽ എന്ത് തന്നെയാലും നരേന്ദ്രമോദി ഉള്ളത് കൊണ്ടാണ് ഇത്തരത്തിലൊരു വികസനം ഇന്ത്യക്ക് കൈവരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ള ഒരു വ്യക്തമായ ബോധം അമേരിക്കക്കുണ്ട്. അപ്പോൾ നരേന്ദ്രമോദിയാണ് എല്ലാത്തിനും ചാലകശക്തി, അദ്ദേഹത്തിൻ്റെ കരിസ്മ, അദ്ദേഹത്തിന് എന്താ പറയേണ്ടത് ഒരു വിഷൻ, ഇതൊക്കെയാണ് ഇന്ത്യയുടെ കുതിച്ചു ചാട്ടത്തിന് ചാലകശക്തിയായി ഒരു ചാലകശക്തിയെന്ന് അമേരിക്ക തിരിച്ചറിഞ്ഞിരിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തെ ഇല്ലാതാക്കാൻ തന്നെയാണ് തീരുമാനം. അപ്പോൾ അതിനുവേണ്ടി തന്നെയാണ് ഏകദേശം 24 അമേരിക്കൻ കമാൻഡേഴ്സിനെ ഇന്ത്യയിലോട്ട് അയച്ചിട്ട് മോദിയെ തട്ടിക്കഴിഞ്ഞാൽ വലിയ രീതിയിൽ കലാപം ഉണ്ടാക്കാൻ അവർക്ക് അറിയാൻ പറ്റും. അവരുടെ കയ്യിലാണ് സോഷ്യൽ മീഡിയയൊക്കെ. വെറുതെ കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദി ഇന്ത്യയുടെ എല്ലാ ഭരണാധികാരികളും പറഞ്ഞ്, ഇന്ത്യയുടെ എല്ലാ മന്ത്രിമാരൊക്കെ പറഞ്ഞ് അത് നമ്മൾ ഇന്ത്യൻ മെയ്ഡ് പ്രൊഡക്ട്സ്, ഇന്ത്യൻ മെയ്ഡ് സോഷ്യൽ പ്ലാറ്റ്ഫോംസ് ഒക്കെ ഉപയോഗിക്കണം. ആറാട്ടെ എന്നൊക്കെ പറഞ്ഞ ഇതുണ്ടല്ലോ വന്നത്. അല്ല ഉപയോഗിക്കണമെന്ന് പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ ഓൾറെഡി ഇന്ത്യയിലെല്ലാം ബഹുഭൂരിപക്ഷം ആൾക്കാരും ഉപയോഗിക്കുന്ന അമേരിക്കൻ മെയ്ഡ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ്. ഇൻ കേസ് നരേന്ദ്രമോദിയെ തട്ടിക്കഴിഞ്ഞിട്ട് ഈ US കമാൻഡേഴ്സൊക്കെ വന്നിട്ട് എന്തെങ്കിലും ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ വലിയ രീതിയിൽ കലാപം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവർ തന്നെ ഫ്യൂൽ ചെയ്യും. പല രീതിയിൽ സ്പെക്കുലേഷൻസും അതായത് റൂമേഴ്സൊക്കെ സോഷ്യൽ മീഡിയ സ്പ്രെഡ് ചെയ്തിട്ട് എല്ലാം ഇവരുടെ കയ്യിലാണല്ലോ. ഇത് തന്നെയാണ് ശ്രീലങ്കയിലും ബംഗ്ലാദേശിലും നേപ്പാളിലും ഇവയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ എന്ത് തന്നെയാലും രാജ്യം അതീവ ഗൗരവമുള്ള ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോവുകയാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഏതെങ്കിലും ഒരു അവസരത്തിൽ നിങ്ങൾ ഏതെങ്കിലും നാട്ടിലെ എന്താ പറയുക ഇത്തരത്തിലുള്ള വൈദേശിക പാസ്റ്റർമാരോ ഇങ്ങനെയൊക്കെ കൺവേർഷനായി നടക്കുന്ന ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ പോലീസിനെ അറിയിക്കുക. നിങ്ങൾക്ക് വെബ്സൈറ്റിലേക്ക് സെർച്ച് ചെയ്ത് NIAയുടെ ഫോൺ നമ്പറും NIAയുടെ ഇമെയിൽ ID ഇങ്ങനെ എല്ലാ കാര്യങ്ങളും കിട്ടും. നിങ്ങൾക്ക് നേരിട്ട് വിളിച്ചറിയിക്കാം, ഇല്ലെങ്കിൽ ത്രൂ മെയിൽ വഴി അറിയിക്കാം. അപ്പോൾ എന്തുതന്നെയാലും ഇത്തരത്തിൽ നിങ്ങൾ ജനങ്ങളൊക്കെ വിജിലൻ്റ് ആയിരിക്കണം. എന്തെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ തന്നെ NIA അറിയിക്കാം. നന്ദി, നമസ്കാരം. മറ്റു വീഡിയോ കാണാം.